Hello guys, so we are 10 days out from our first ICN competition. അപ്പോൾ ഇതാണ് പ്രിയ കോർമിയിൽ അപ്പോൾ ഇന്നും നമ്മൾ 10K സ്റ്റെപ്സ് കംപ്ലീറ്റ് ചെയ്തു. സോ വാക്കിങ് കഴിഞ്ഞ് വീട്ടിലെത്തി. നല്ല ടയർഡാണ്, ഒന്നിനും മൂഡ് വരുന്നില്ല. സ്ലീപ്പ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സ്ലീപ്പ് എത്രത്തോളം ബെറ്റർ ആവുന്നോ അത്രത്തോളം ഫാസ്റ്റ് റിസൾട്ട് നമുക്ക് കാണാം. സ്ലീപ്പ് മുടങ്ങി കഴിഞ്ഞാൽ പിന്നെ റിസൾട്ടും എന്താവും, സ്ലോ ആവും. ഷുവറാണ്, 100% ഷുവറാണ്. നമ്മൾ കറക്റ്റ് സ്ലീപ്പ് ഒരു 1 വീക്ക് നമ്മൾ കറക്റ്റ് സ്ലീപ്പ് മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് ബോഡി ചേഞ്ച് ആണ് കാണാം, പോസിറ്റീവായി കണ്ട്. നമ്മുടെ സ്ലീപ്പ് സ്കിപ്പായി കഴിഞ്ഞാൽ കുറഞ്ഞു കഴിഞ്ഞാലൊക്കെ നമുക്ക് അതിനനുസരിച്ച് റിസൾട്ട് ലോ ആവണം കാണാം. ഹലോ ഗൈസ്, സോ വി ആർ 10 days ഔട്ട് ഫ്രം അവർ ഫസ്റ്റ് ICN കോമ്പറ്റീഷൻ. സോ നമ്മൾ നോമ്പ് തുറന്നു. ഇന്നും ഇത് ബോഡി കണ്ടീഷൻ എടുക്കാൻ വേണ്ടി മേലെ കയറാൻ ടൈം കിട്ടിയില്ല. അപ്പോൾ നോമ്പ് തുറന്നിട്ട് നമ്മൾ കുറച്ച് വത്തൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അടുക്കളയ്ക്ക് വന്നതാണ്. ചിക്കൻ എയർ ഫ്രൈയിൽ ഉണ്ടാക്കിയാണ്. അതുപോലെ തന്നെ ഓട്സും ഉണ്ടാക്കി. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത്. പ്രിയ കോൾമീൽ ഓട്സും ആപ്പിളും ഇതും ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് പ്രിയ കോൾമീൽ 40 ഗ്രാം ഓട്സ്, അതുപോലെ ഒരു 60 ഗ്രാം ബനാനയ്ക്ക് പകരം ആപ്പിൾ എടുത്തുനിന്ന്, പിന്നെ ഒരു 20 ഗ്രാംസ് ഓഫ് പീനട്ട് എടുത്തു, ഒരു 1.5 സ്കൂപ്പ് ഓഫ് പ്രോട്ടീൻ എടുത്തു. പിന്നെ ചിക്കൻ റെഡി ആക്കണേ. അപ്പോൾ അത് കഴിക്കാം നമുക്ക്. സോ we done with our pre-workout meal, but pre-workout meal ഇപ്പോൾ കഴിച്ചുകൊണ്ടെങ്കിൽ വർക്കൗട്ട് കഴിഞ്ഞ ഒരു മണിക്കൂറുണ്ട്. അപ്പം വർക്കൗട്ട് ചെയ്യാൻ ജസ്റ്റ് മുന്നേ നമ്മൾ ഒരു പയനായിരിക്കും. ഓക്കെ, അത് മസ്റ്റാണ്. ഈ വർക്കൗട്ടിൻ്റെ ഇടയിൽ നമുക്ക് തീരും. ഇത് ഇപ്പോൾ തന്നെ ഇപ്പോൾ ഒരു മണിക്കൂറിൽ ചിലപ്പോൾ ഇതിൻ്റെ ഏകദേശം ചെയ്യാനാവും. നമുക്ക് കുറച്ച് നേരം ചിക്കൻ കഴിക്കാണ്ട് പോയ ജസ്റ്റ് മുന്നേ കഴിക്കാണ്ട് ചിക്കൻ കഴിച്ചിട്ടേ പോകുള്ളൂ. പിന്നെ അവിടെ എത്തിയിട്ട് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാൻ ജസ്റ്റ് മുന്നേ ഒരു പയനായിരിക്കും. സോ കഴിച്ചിട്ട് റെഡി ആയിട്ട് നമ്മൾ നേരെ ജിമ്മിക്ക് പോകും. ഓക്കെ, ലെഗ് ഡേ ആണ്. ലെഗ് ഡേ നമുക്ക് സീനാണ്. നമ്മൾ മുട്ട് ഭയങ്കര പെയിനാണ്. മുട്ട് നമുക്ക് പ്രോട്ടൂഡ് ആണെന്നാണ്ട് നമുക്ക് മുട്ട് സീനായിക്കണം. നമുക്ക് ഓടാൻ പോലും വയ്ക്കാത്ത കണ്ടീഷൻ ആയിക്കണം. അപ്പോൾ എങ്ങനെയൊക്കെയോ നമ്മൾ നടന്നുകൊണ്ട് നമുക്ക് കാർഡിയോ ഫിനിഷ് ചെയ്യണത്. അപ്പോൾ ഇതിലിപ്പോൾ ലെഗിന് വർക്കൗട്ട് ചെയ്യുമ്പോൾ ഹെവി വെയിറ്റ് ഉണ്ടാകാൻ പറ്റിയിട്ടുണ്ടാവില്ല. പക്ഷെ എന്നാലും നമ്മൾ കുറച്ച് റെപ്സ് കൂട്ടിക്കാണ്ട് സെറ്റ് കൂട്ടിക്കാണ്ടൊക്കെയാണ് മാക്സിമം ഇൻറ്റൻസിറ്റി കൂട്ടിയാൽ വർക്കൗട്ട് ചെയ്യാൻ നോക്കും. അപ്പോൾ ഓക്കെ, ബൈ. നേരത്തെ പറഞ്ഞ പോലെ ലെഗ് ഡേ ആണെന്ന്. സോ നമുക്ക് പായ കിട്ടുന്നത് നമുക്ക് കൂടിയും കാണിക്കാനില്ല. നല്ല ക്ഷീണമുണ്ട്, പക്ഷെ എന്നാലും ലെഗ് ചെയ്യാൻ പോവാണ്. സോ ലെറ്റ്സ് ഗോ. Come on. ആ ട്രൗസർ ഇട്ട് വാലി നല്ല മസിലാണ്. Gracias.
ആഫ്റ്റർ ഞാനോ hard work. You can achieve. സോ വർക്കൗട്ട് ഇസ് ഡൺ. സാധനങ്ങൾ പാക്ക് ചെയ്ത് പോവാണ്. ശരിക്കും ടയർഡായി. പിന്നെ കാഫിന് മേടിച്ചില്ല നമ്മൾ. കാഫിന് ഫസ്റ്റ് ചെയ്തിരുന്നു. സോ ടെക് ഡേ ഓവർ. നമ്മൾ പോസ്റ്റ് വർക്കൗട്ട് ആയിക്കാണ്ട് വേ പ്രോട്ടീൻ ഒരു പഴം കഴിച്ചാണ്ട് വാക്കിങ്ങിന് പോകും. ഓക്കെ. സോ നമ്മൾ ഗ്രൗണ്ടിലെത്തി. ഒരു 1.5 hours നമുക്ക് നടക്കാണ്ട്. സോ അത്രക്കും എനർജി നമുക്കില്ല. കാരണം ലെഗ് ഡേ കൂടി ആയതുകൊണ്ട് നല്ല രീതിക്ക് ക്ഷീണമുണ്ട്. അപ്പോൾ നമ്മളൊരു ബനാന എന്നും കഴിക്കലുണ്ട്. ഒരു ബനാന എന്തെങ്കിലും കാപ്സ് ചെറുതായിട്ട് എന്തെങ്കിലും കാപ്സ് കഴിച്ചിട്ടാണ് വാക്കിങ് സ്റ്റാർട്ട് ചെയ്യണത്. കാരണം അത്ര നേരം വാക്ക് ചെയ്യാനുള്ള എനർജി നമുക്ക് ഉണ്ടാവില്ല. അപ്പം അത് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഇനിയിപ്പം അജ്മൽ വരും. ഒരു 10K സ്റ്റെപ്സിന് മേലെ കംപ്ലീറ്റ് ചെയ്യണം. എന്നിട്ട് നമ്മൾ വീട്ടിൽ പോകുള്ളൂ. സമയം 12 മണിയായി. അപ്പോൾ എന്തായാലും ഒരു 1.5 മണി വരെ എടുക്കും. ഓക്കെ, അപ്പോൾ കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ ഇന്നും നമ്മൾ 10K സ്റ്റെപ്സ് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇന്ന് നടക്കാനിടയിൽ മഴ ചെയ്തു. അപ്പോൾ ബാഗ് എടുത്തുകൊണ്ട് വേഗം റോഡ് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇവിടെ കൂടെ മഴ കൊള്ളാത്ത കൂടെ പാക്ക് ചെയ്യണം. സോ 10K സ്റ്റെപ്സ് കംപ്ലീറ്റ് ചെയ്തു. എങ്ങനെയൊക്കെ അതായത് 8K നമ്മൾ മഴയില്ലാത്ത സമയത്ത് ഗ്രൗണ്ടിൽ കൂടെ നടന്നു. ഇപ്പം ഒരു 2-3K കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇന്ന് കുറച്ച് സ്ലോ ആയി. കാരണം നമ്മൾ 11 days ഔട്ടാണ് ആ യൂട്യൂബ് വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്തപ്പോഴാണ്. അപ്പോൾ എഡിറ്റിങ്ങിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് സ്പീഡിൽ നടക്കാനോ ഓടാനോ പറ്റില്ല. സോ ഒന്ന് സ്ലോ ആയി. അതുകൊണ്ട് സ്റ്റെപ്പ് കൗണ്ട് തീർക്കാൻ ടൈം എടുത്തു. 2 മണിയൊക്കെ ആവാനായപ്പം 2 മണിയായി. നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്തു. നമ്മൾ അത് പോസ്റ്റ് ചെയ്യാനേക്കാരം. സോ അത് മൊത്തം നമുക്ക് റെക്കോർഡ് ചെയ്യണമെന്നാണ് നമ്മൾ ഈ ജേർണി റെക്കോർഡ് ചെയ്യണമെന്നാണ് നമ്മളെ ആഗ്രഹം. നടക്കുമെന്ന് അറിയില്ല. അങ്ങനെ നോക്കാം. നമുക്ക് അടുത്ത വീഡിയോ കാണാം. അടുത്ത വീഡിയോ അല്ല, ഇപ്പം തന്നെ കാണാം. നമുക്ക് ഇനി വീട്ടിൽ പോകണം. വീട്ടിൽ പോയിട്ട് 2 മീൽ കഴിക്കാണ്ട് 2 മീൽ കഴിച്ചിട്ട് പിന്നെ ഉറങ്ങുള്ളൂ. ഓക്കെ, സുബേസ് കഴിച്ചിട്ട്. അപ്പോൾ ഓക്കെ, ബൈ. സോ വാക്കിങ് കഴിഞ്ഞ് വീട്ടിലെത്തി. നല്ല ടയർഡാണ്. ഒന്നിനും മൂഡ് വരുന്നില്ല. വർക്കൗട്ട് ചെയ്തപ്പോൾ തന്നെ എങ്ങനെയൊക്കെയോ ഫിനിഷ് ആക്കിയിട്ടാണ്. അതായത് ഒന്നാമത് വൊമിറ്റ് ചെയ്യാൻ വരുന്നുണ്ടായി. കൂടുതൽ വെള്ളം കുടിച്ചിട്ട് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ സീനായി. പിന്നെ വർക്കൗട്ട് ജസ്റ്റ് മുന്നേ ഞാൻ പഴം കഴിക്കാൻ മറന്നു. അപ്പോൾ കാർബ് കമ്മിയായതുകൊണ്ട് അപ്പം എനർജി ലോ ആയി. അങ്ങനെ 2 മിസ്റ്റേക്ക് ചെയ്തു. അപ്പോൾ അങ്ങനെ തീർത്തിട്ട് വർക്കൗട്ട് ഇതാക്കിയിട്ടൊന്നുമില്ല, സ്കിപ്പാക്കിയിട്ടൊന്നുമില്ല, ഫുള്ള് തീർത്തു. വാക്കിങ്ങിന് പോയപ്പോഴും വയ്യായിരുന്നു. അപ്പം ഒരു ബനാന നമ്മൾ കഴിച്ചിട്ട് വാക്കിങ് ചെയ്ത് തീർത്തു. വീട്ടിൽ വന്നു. ഇനിയിപ്പോൾ നമുക്ക് ചിക്കൻ കഴിക്കാണ്ട് അതേപോലെ തന്നെ നമ്മൾ വെള്ളം കുടിച്ച് തീർക്കാണ്ട് പിന്നീട് സ്കൂപ്പ് പ്രോട്ടീനും കുടിക്കും. പിന്നെ പലിച്ചക്ക് വീണ്ടും ചിക്കൻ ആൻഡ് യോഗേർട്ട് വാങ്ങിക്കണേ. യോഗേർട്ട് വാങ്ങി തൈര് വാങ്ങി. അപ്പോൾ നമ്മൾ എന്ത് കാട്ടി 2 വാങ്ങി.
ശരിക്കും ഒന്ന് മതി, പക്ഷേ 2 വാങ്ങി. ഇന്ന് അത്രയ്ക്കേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ സുബൈസ്കരിച്ചാണ്ട് കിടന്നുറങ്ങും. ഉച്ചയ്ക്ക് എണീക്കാം. ഇപ്പോൾ നെറ്റിങ്ങും ഇല്ലാത്തതുകൊണ്ട് നേരത്തെ കിടക്കണമെന്നുണ്ട്. മറ്റേത് എന്നും എന്തെങ്കിലും പ്രൊമോഷൻ വീഡിയോ നമുക്ക് എഡിറ്റ് ചെയ്യാനുണ്ടാവും. ഇപ്പോൾ ഇന്ന് അങ്ങനെയൊന്നുമില്ല. ഓക്കെ, സോ നമുക്ക് നേരത്തെ കിടക്കണമെന്നുണ്ട്. കാരണം സ്ലീപ്പ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സ്ലീപ്പ് എത്രത്തോളം ബെറ്റർ ആവുന്നോ അത്രത്തോളം ഫാസ്റ്റ് റിസൾട്ട് നമുക്ക് കാണാം. സ്ലീപ്പ് മുടങ്ങി കഴിഞ്ഞാൽ പിന്നെ റിസൾട്ടും എന്താവും, സ്ലോ ആവും. ഷുവറാണ്, 100% ഷുവറാണ്. നമ്മൾ കറക്റ്റ് സ്ലീപ്പ് ഒരു 1 വീക്ക് നമ്മൾ കറക്റ്റ് സ്ലീപ്പ് മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് ബോഡി ചേഞ്ച് ആണ് കാണാം, പോസിറ്റീവായി കണ്ട്. നമ്മുടെ സ്ലീപ്പ് സ്കിപ്പായി കഴിഞ്ഞാൽ കുറഞ്ഞു കഴിഞ്ഞാലൊക്കെ നമുക്ക് അതിനനുസരിച്ചാണ്ട് റിസൾട്ട് ലോ ആവണം കാണാം. സോ അത് ഫെൽറ്റ് ചെയ്താണ്, ഞാൻ എക്സ്പീരിയൻസ് ചെയ്തതാണ്. ഞാൻ പറഞ്ഞ മൊത്തം എൻ്റെ എക്സ്പീരിയൻസിന് പുറത്ത് പറയുന്ന കാര്യം തന്നെയാണ്. സോ സ്ലീപ്പ് കറക്റ്റാക്കാൻ നോക്കെല്ലാവരും. അപ്പോൾ ഇനി നമുക്കൊന്ന് നല്ല ഉറങ്ങണം. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞ പോലെ ഫുഡ് കഴിച്ചാണ്ട് നമ്മൾ ഉറങ്ങാൻ പോകും. ഓക്കെ, ബൈ ബൈ.